എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷവും അഭിമാനവും ഉള്ളൊരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റിപ്പോർട്ടർ TV നടത്തിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പരീക്ഷയാണ് റിപ്പോർട്ടർ യങ് ജീനിയസ് അവാർഡ് 2025. 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഉപരിപഠന സ്വപ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്കോളർഷിപ്പ് പരീക്ഷ നടത്തിയത്. ജനുവരി 26-നായിരുന്നു ആദ്യഘട്ട പരീക്ഷ. തുടർച്ചയായി 2 ഘട്ടങ്ങളിലായി നടത്തിയ 4 പരീക്ഷകളിൽ നിന്നാണ് ഞങ്ങൾ ഈ വിജയികളെ കണ്ടെത്തിയത്. മാത്രമല്ല ആ വിജയികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളാണ് നമുക്ക് മുന്നിലുള്ളത്. നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ സ്റ്റേറ്റ് CBSE സിലബസുകൾക്ക് വ്യത്യസ്തമായാണ് പരീക്ഷ നടത്തിയത്. 20,000-ലേറെ വിദ്യാർത്ഥികൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഈ പരീക്ഷയിൽ പങ്കെടുത്തു. അതിൽ നിന്നും വിജയികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സ്കൂളുകൾക്കും അവാർഡുണ്ട്. റിപ്പോർട്ടർ TV ഇത്രയധികം മിടുക്കന്മാർക്കും മിടുക്കികൾക്കും മികച്ച സ്കൂളുകൾക്കും അവാർഡ് നൽകാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്കൂളുകളെ പ്രതിനിധീകരിച്ചെത്തിയ അധ്യാപകരെയും PTA ഭാരവാഹികളെയും സ്കോളർഷിപ്പ് വിജയികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഓൾ. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ മാനേജ്മെന്റിന്റെയും എഡിറ്റോറിയൽ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. With all great respect and joy, I invite Mr. Roji Agustin, Chairman, Reporter TV. So welcome. As a mark of gratitude, I invite Mr. Anto Agustin, Managing Editor and Director, Reporter TV. I also welcome you, sir. Dear all, get ready to be inspired. I welcome Dr. Arun Kumar, Consulting Editor, Reporter TV. Welcome you, sir. With all respect and honor, I invite Executive Editor Smriti Parthikar. Welcome, ma'am. Now it's time to proudly invite our Coordinating Editor, Sujaya Parvati, ma'am. Welcome. With great respect and joy, I invite Jimmy James, the Digital Head, Reporter TV. Welcome you, sir. നമുക്കിനി എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അവാർഡ് നൽകാനുള്ള ഒരു സമയമാണ്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ആൻഡ് ഫോർത്ത് പ്രൈസ്. നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ സ്റ്റേറ്റിനും CBSEക്കും വ്യത്യസ്തമായാണ് പരീക്ഷ നടത്തിയത്. അതിൽ നിന്ന് 2 വിഭാഗങ്ങളിലും മിടുക്കന്മാരെയും മിടുക്കികളെയും ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചെയർമാൻ റോജി അഗസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? യാത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഓക്കെ, ചെറിയ ഞങ്ങളുടെ ഒരു കൈത്താങ്ങ്, ഞങ്ങളുടെ സപ്പോർട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും നാളെ ഭാവിയിൽ രാജ്യത്തിനും സമൂഹത്തിനും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഗുണപ്രദമായ രീതിയിൽ ഡെവലപ്പാകാനും വളർന്നു വരാനും ഞങ്ങളെ പറ്റുന്ന ചെറിയ ഒരു പ്രോത്സാഹനം മാത്രം ഇത്. അതിൽ കൂടെ നിങ്ങൾ ഇതൊന്നും കാണണ്ട. താങ്ക്സ്. ജോസ്കുട്ടി അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ, സർ, 2 വാക്ക്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കൾക്കും റിപ്പോർട്ടർ TVയുടെ വക ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ. എല്ലാവർക്കും നമസ്കാരം. വലിയ അഭിമാനമുണ്ട്. കാരണം കേരളത്തിലെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള 20,000 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു മത്സരം നടത്തുകയും ആ മത്സരത്തിൽ ജീനിയസായ കുട്ടികളെ കണ്ടെത്തുക എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമല്ല. അപ്പോൾ റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഭിമാനമായി കാണുകയാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും, കാസർഗോഡിൻ്റെ അങ്ങേയറ്റത്ത് തുടങ്ങി തിരുവനന്തപുരത്ത് ഇങ്ങേയറ്റത്ത് വരെയുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഈ ആലക്കോട് കണ്ണൂരിൻ്റെ മലയോര മേഖലയാണ് ആലക്കോടൊക്കെ. ആലക്കോട് നിന്നൊക്കെ ഇവിടെ രാവിലെ ഈ സമയത്ത് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് തോന്നുന്നില്ല ഒരു മാധ്യമ സ്ഥാപനം ഇങ്ങനെ ഒരു വിദ്യാർത്ഥികൾ എംപവർമെൻറ്റിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുമാത്രമല്ല, റിപ്പോർട്ടർ TVയെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര കുട്ടികൾ 10ാം ക്ലാസ് എക്സാം എഴുതുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് 20,000 കുട്ടികൾ ഈ എക്സാമിൽ പങ്കെടുത്തു എന്നുള്ളതിന് തന്നെ അർത്ഥം റിപ്പോർട്ടർ TV അത്രയും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയും കൂടി അർത്ഥമാണ്. അപ്പോൾ വന്ന എല്ലാവർക്കും, അവാർഡ് വാങ്ങിയ, സമ്മാനം ലഭിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ ഇതിനേക്കാളും വലിയ പ്രോഗ്രാമുകൾ ഞങ്ങൾ പുറം സ്ഥലങ്ങളിലേക്ക് നടത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും സഹകരിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ്രൂ സാർ. നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺ കുമാർ സംസാരിക്കും. നമസ്കാരം സാർ. നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ. ഞാനിപ്പോൾ
ഇൻ്റർവ്യൂ ചെയ്ത് തിരിച്ചു വന്നത് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ അഭിമുഖമാണ് അല്പസമയം മുമ്പ് എടുത്തത്. യൂറോളജിയിലെ ഒരു വിദഗ്ധനാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രം പഠിച്ച് PG ചെയ്ത് മറ്റ് വിദേശ സർവകലാശാലകളിലോ യൂണിവേഴ്സിറ്റികളിലോ പോകാതെ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രം തൻ്റെ പ്രൊഫഷൻ ഒതുക്കി നിർത്തിയ ഒരു ഡോക്ടർ തൻ്റെ മെഡിക്കൽ കോളേജിലൊരു അവസ്ഥയെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് ഒരു 20-25 മിനിറ്റ് ഞാനുമായി സംസാരിച്ചത്. ഡോക്ടർ പറഞ്ഞതിലൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ നിങ്ങൾ മെഡിക്കൽ മേഖലയിലേക്കാണ് എത്തുന്നതെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏത് പ്രൊഫഷനിലേക്കാണ് ചെല്ലുന്നതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്തായിരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഡോക്ടർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാനത് പറയുന്നത് C. രാധാകൃഷ്ണൻ്റെ ഒരു നോവലിൽ പറയുന്നത് പോലെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കണ്ണീരും പുഞ്ചിരിയും കൂടിക്കലരുന്നൊരു നിമിഷമായിരിക്കും എന്നാണ്. അത് വളരെ അപൂർവമായി ഉണ്ടാവും. അത് നിങ്ങൾ ചെയ്യുന്നൊരു സേവനത്തിന് നിങ്ങൾക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ്. ഡോക്ടർ ഹാരിസിന് ലഭിച്ചത് എത്രയോ വൃക്കരോഗികൾ അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് വേദന മാറ്റി തിരിഞ്ഞു പോകുമ്പോൾ വാതിൽക്കൽ വന്ന് ഒന്ന് ചിരിച്ച് കണ്ണീര് നനച്ച് തുടച്ചു പോകുന്നതാണ് ആ ഡോക്ടർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഒരു യൂറോളജി സ്പെഷ്യലിസ്റ്റിന് കിട്ടുമായിരുന്നു. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചാണ് അദ്ദേഹം 5 ലക്ഷം രൂപയിൽ നിന്ന് 30,000 രൂപ തൊഴിലിലേക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹാരിസിനെ കുറിച്ച് പറഞ്ഞത് ഒരു ഹാരിസ് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് ഡോക്ടർമാരും ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഫഷണലുകളും നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഈ നിലയിലെത്തുന്നതും നാളെകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ പോകുന്നതും. ഏതു മേഖലയിൽ നിങ്ങൾ എത്തിക്കൊള്ളട്ടെ, ആ മേഖലയിലെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം, സമ്പത്തൊക്കെ നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾ വരും, അതിനൊക്കെ നിങ്ങൾക്ക് ആഹ്ലാദിക്കാനും ആനന്ദിക്കാനുമുള്ള ഇടവും ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ജോലി കൊണ്ട് നിങ്ങൾക്കൊരാളിൽ കണ്ണുനീരും പുഞ്ചിരിയും സൃഷ്ടിക്കാൻ കഴിയുന്നത് സാധ്യമാണോ എന്നുള്ളതാണ്. അത് ജേർണലിസം ആവട്ടെ, നിങ്ങളൊരു സിവിൽ സർവൻ്റ് ആവട്ടെ, നിങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ സിവിൽ സർവൻ്റ് ആവട്ടെ, നിങ്ങളൊരു ജുഡീഷ്യറിയിലെ ഉദ്യോഗസ്ഥനാവട്ടെ, നിങ്ങളൊരു IT പ്രൊഫഷണൽ ആവട്ടെ, നിങ്ങളൊരു അഡ്വർടൈസിങ് പ്രൊഫഷണൽ ആവട്ടെ, വാട്ട് എവർ മേ ബി, അവിടെ ഏത് മേഖലയിലെത്തിയാലും നിങ്ങൾക്കതിനെ പാഷനോടുകൂടി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ യു വിൽ ബിക്കം ജീനിയസ്. ജീനിയസിന് ഒറ്റ നിർവചനമേ ഉള്ളൂ. നമ്മൾ കണ്ട ഏറ്റവും വലിയ ജീനിയസ് വലിയ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയ ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. സൂറിച്ചിലെ പോളിടെക്നിക് പരീക്ഷയിൽ എൻട്രൻസിൽ തോറ്റുപോയ ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. പിന്നീട് അതേ പോളിടെക്നിക്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോർമുല പഠിപ്പിച്ചു എന്നതാണ് ചരിത്രം. എഡിസൺ നിങ്ങൾ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ മെൻലോ പാർക്കിൻ്റെ വിസാർഡാണ്. ആ മാന്ത്രികൻ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് ജീനിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ ആത്മാർത്ഥമായി പിന്തുടരാൻ കഴിയുന്ന ഹാർഡ് വർക്കിൻ്റെ പേരാണ് ജീനിയസ്. ദർ ഈസ് നത്തിങ് കോൾഡ് ജീനിയസ് ബോൺ. സൃഷ്ടിക്കപ്പെട്ട ജീനിയസ് ഇല്ല, നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ആർജിച്ചെടുക്കുന്നതാണ് ജീനിയസ് എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന എല്ലാവിധ ആശംസകളും. അതിൻ്റെ ഒരു ചെറിയ ഉപഹാരം മാത്രമാണ്, ഒരു ചെറിയ പിന്തുണ മാത്രമാണ് റിപ്പോർട്ടർ TV നൽകുന്നത്. ഇങ്ങനെ ഒരു ഉപഹാരം നൽകാൻ തീരുമാനിച്ചത് നിങ്ങളുടെ ആ ശ്രമങ്ങൾക്കുള്ളൊരു കൈത്താങ്ങായി മാത്രം എടുക്കുക. ഇന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ല നമ്മളോട് സംസാരിച്ചു, പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു അല്ലേ. ശുഭാംശു ശുക്ല ലോകത്തിലെ 140 കോടി മനുഷ്യരുടെ പ്രതീക്ഷയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കിടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലാതാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു. താങ്ക് യു ഡോക്ടർ അരുൺകുമാർ. നമ്മൾ പോലും വിചാരിച്ചില്ല ഇത്രയധികം പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്ന 20,000-ലധികം കുട്ടികൾ, അത് കേരളത്തിലും അകത്തുനിന്നും പുറത്തുനിന്നുമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ വന്നു. അതിൽ തന്നെ 4 സ്ഥാനം വരെ കിട്ടിയവരാണല്ലോ കൂടെ സമ്മാനാർഹരായിരിക്കുന്നത്. വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചും. അതെ, എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും ഡോക്ടറാവുക, എഞ്ചിനീയർ ആവുക എന്നതിനപ്പുറമുള്ള വലിയ സ്വപ്നങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് വാതായനങ്ങളുണ്ട്, വലിയ ആകാശമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ സങ്കല്പങ്ങളുണ്ട് എന്താകണമെന്നുള്ളതിനെക്കുറിച്ച്. നല്ല ക്ലാരിറ്റി ഉണ്ട്, പഴയ കാലമല്ല. എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അവരെ വാർത്തെടുക്കാൻ ശ്രമിക്കരുത്, അവരുടെ സ്വപ്നങ്ങൾക്ക് വിടുക. അതോടൊപ്പം അതിലൊരു ഭാവിയുണ്ട് എന്ന കാര്യം കൂടി ഉറപ്പാക്കുക. അപ്പോൾ ഈ മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നല്ല മത്സരം, അത് ആരോഗ്യകരമായ മത്സരം, അതിന് മാത്രം നിങ്ങളുടെ മക്കളെ വിടുക. കുട്ടികളോട് എനിക്കതാണ് പറയാനുള്ളത്, ആരോഗ്യകരമായ മത്സരം. നിങ്ങളിപ്പോൾ വളരെ മിടുക്കരാണ്, 4ാം സ്ഥാനം വരെ എത്തിയ ഇത്രയും കുട്ടികൾ. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് മത്സരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു, ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സമ്മാനമൊക്കെ വാങ്ങിപ്പോവുക, അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുക. നല്ല ഭാവി നേരുന്നു. താങ്ക് യു. നമ്മുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജിയ പാർവതി മാം. എല്ലാവർക്കും നമസ്കാരം. അടുത്ത തലമുറയിലെ ഒരുപാട് മുന്നേറി പ്രതിഭകളാകാൻ പോകുന്ന കുറേ കൂട്ടുകാരെ ഒന്നിച്ച് കാണാൻ പറ്റിയ ഒരു സന്തോഷമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇന്ന്
എന്ത് സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ല, നാളെ നമ്മൾ എന്തായി മാറുന്നു എന്നതാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ ഒരു നയിക്കുന്നതിനായിട്ടുള്ള ഒരു പ്രചോദനമാണ് റിപ്പോർട്ടർ നിങ്ങൾക്ക് നൽകുന്നത്. ആ പ്രചോദനം ഏറ്റുവാങ്ങി കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക്, കൂടുതൽ കൂടുതൽ ദൂരത്തിലേക്ക്, കൂടുതൽ കരുത്തോടെ മുന്നേറാൻ ഇത് നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുതിയ പുതിയ ഉയരങ്ങൾ, അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ള സമ്മാനമാണ്. അവർ നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ആ പ്രതീക്ഷകൾക്ക് അപ്പുറം ചലിക്കാൻ, അതിനപ്പുറം മുന്നേറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുജയ മാം. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ വെൽക്കം ചെയ്യുന്നു ജിമ്മി ജെയിംസ്, ഡിജിറ്റൽ ഹെഡ്, റിപ്പോർട്ടർ TV. ഒറ്റ വരിയെ പറയാനുള്ളൂ, തിങ്ക് ഡിഫറെൻറ്റ്. അങ്ങനെ വ്യത്യസ്തമായി ആലോചിച്ച മനുഷ്യരാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിത്തന്നിട്ടുള്ളത്. അതിപ്പോൾ മൊബൈൽ ഫോൺ മുതൽ നിങ്ങളിവിടെ എത്തിയ വാഹനം വരെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ വരെ. എല്ലാവരും വരച്ച വരയിൽ പോകാൻ, ഒരു വരിയിൽ പുറകെ ക്യൂ നിൽക്കാൻ, എല്ലാവരും എഴുതി എൻട്രൻസ് പരീക്ഷ എഴുതി പാസ്സാവാൻ എല്ലാവർക്കും പറ്റും. തിങ്ക് ഡിഫറെൻറ്റ്, എ ന്യൂ വേൾഡ് അവേറ്റ്സ് യു. താങ്ക് യു. പുരസ്കാരദാനത്തിലേക്ക് കടക്കാം നമുക്ക്. റിപ്പോർട്ടർ യങ് ജീനിയസ് അവാർഡ് 2025 സ്റ്റേറ്റ് സിലബസിലെയും CBSE സിലബസിലെയും ഫസ്റ്റ് വിന്നറിനെ പ്രഖ്യാപിക്കുന്നു. സ്റ്റേറ്റ് സിലബസിൽ ഫസ്റ്റ് പ്രൈസ് 2 ലക്ഷം രൂപയും മൊമെന്റോയും സർട്ടിഫിക്കറ്റുമാണ് ലഭിക്കുക. സ്റ്റേറ്റ് സിലബസിൽ നിന്ന് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് മുഹമ്മദ് ഫെസ്ലിൻ KK, PPMHSS, കോട്ടൂക്കര. Reporter Young Genius Awards 2025 CBSE First Prize Shivani Shivakumar, Bhavan Sadarsh Vidyalaya, Kochi. Congrats Shivani, welcome. അടുത്തതായി എക്സലൻസ് ഇൻ പാർട്ടിസിപ്പേഷൻ ഓണറിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് അവാർഡുകളാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച സ്കൂളുകൾക്കുള്ള പുരസ്കാരമാണ്. 15 സ്കൂളുകളാണ് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. ആദ്യം അമൃത വിദ്യാലയം. സ്കൂളുകളെയാണ് മികച്ച സ്കൂളുകളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലടുത്ത സ്കൂൾ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ, കായംകുളം. അടുത്തതായി സെന്റ് സെബാസ്റ്റ്യൻ HSS, കടനാട്. അടുത്ത സ്കൂൾ ഡി പോൾ പബ്ലിക് സ്കൂൾ, തൊടുപുഴ. ഭാരതീയ വിദ്യാഭവൻ, വിദ്യാമന്ദിർ, കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് 15 സ്കൂളുകളെ തിരഞ്ഞെടുത്തതിൽ അടുത്തത് MES HSS, മണ്ണാർക്കാട്. CHM HSS, പൂക്കോലത്തൂർ. അടുത്തത് MKH MMO VHSS for Girls, മുക്കം. GVHSS, ഇരിയാനി. സ്കൂളുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മികച്ച സ്കൂളുകൾക്കുള്ള അവാർഡ് നമ്മൾ നൽകി കഴിഞ്ഞു. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും അധികം വിദ്യാർത്ഥികളെ റിപ്പോർട്ടർ TV നടത്തിയ കേരളത്തിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഭാഗമാക്കിയതിന് നന്ദി. നമുക്ക് സെക്കൻഡ് പ്രൈസ് അനൗൺസ് ചെയ്യാം അല്ലേ? സ്റ്റേറ്റ് സിലബസിൽ സെക്കൻഡ് പ്രൈസ് നേടിയവർക്ക് 50,000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനം. നമുക്ക് വിജയികളെ വിളിക്കാം. ആദിൽ കൃഷ്ണ MA, BVHSS, നായരമ്പലം. 50,000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് സെക്കൻഡ് പ്രൈസ്. നെക്സ്റ്റ് ചിന്മയി ബാബുരാജ്, ദുർഗ HSS, കാഞ്ഞങ്ങാട്. അടുത്ത 2ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥി അസ്ന K, വിദ്യാധിരാജ വിദ്യാഭവൻ HSS, ആലുവ. ആൻഡ് നെക്സ്റ്റ് ആദിൽ അഹമ്മദ്, KKM GVHSS, എല്ലിപ്പക്കുളം. ഇനി CBSE സെക്കൻഡ് പ്രൈസ് വിന്നേഴ്സ് ആണ്. ക്യാഷ് പ്രൈസ് 50,000, ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനം. മയൂഖ് മനോജ്, ദ ചോയ്സ് സ്കൂൾ, തൃപ്പൂണിത്തുറ, എറണാകുളം.
അടുത്തത് സാൻവിയ ശങ്കർ ചിന്മയ വിദ്യാലയ കോലാഴി തൃശൂർ. ജെറോൺ ഷാജു MGM ഷാലിം സെക്കൻഡറി സ്കൂൾ കേളകം. ഡാൻ പോൾ ജേക്കബ് ഭവൻസ് ആദർശ വിദ്യാലയ കാക്കനാട്. കൺഗ്രാറ്റുലേഷൻസ് ഡാൻ പോൾ. CBSE സെക്കൻഡ് പ്രൈസ് വിന്നർ ആണ് കുര്യൻ കെ അജിത് MG MRPS കൊട്ടാരക്കര. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി 3ാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകേണ്ട സമയമാണ്. 3ാം സമ്മാനം ലഭിക്കുന്നത് 25,000 രൂപയും സർട്ടിഫിക്കറ്റുമാണ്. ഓരോ വിദ്യാർത്ഥികളെയായി നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം അർജുൻ TS സെന്റ് സെബാസ്റ്റ്യൻ HS മാനമംഗലം. അടുത്തതായി ഡാൻ ഡൈസ് കുര്യൻ സെന്റ് ഗോരട്ടി HSS പുനലൂർ. ദേവദർശൻ A BSS ഗുരുകുലം HSS ആലത്തൂർ പാലക്കാട്. നെക്സ്റ്റ് അമിത് കൃഷ്ണ S MPSG VHSS ബെല്ലിക്കോത്ത്. നെക്സ്റ്റ് ആദിത് V രവീന്ദ്രൻ MPSG VHSS ബെല്ലിക്കോത്ത്. അൻസാഫ് അമൻ AS GHSS പെരിക്കല്ലൂർ. നെക്സ്റ്റ് ഹിന ഫാത്തിമ T ചക്കാലക്കൽ HSS മടവൂർ. നെക്സ്റ്റ് ഹരിശങ്കർ LJ മദർ തെരേസ ഹൈസ്കൂൾ ആലപ്പുഴ. സ്റ്റേറ്റ് സിലബസിൽ ഒരാൾ കൂടി തേർഡ് പ്രൈസ് നേടിയിട്ടുണ്ട്. നൈമ C WOV HSS വയനാട്. അടുത്തതായി CBSE തേർഡ് പ്രൈസ് ആണ്. 10 പേരാണ് വിന്നേഴ്സ് ആയിട്ടുള്ളത്. വിന്നേഴ്സിന് നൽകുക 25,000 ക്യാഷ് പ്രൈസ് പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ്. ആ 10 പേരിൽ ആദ്യത്തെ ആൾ പാർത്ഥിബ് D രാജ് വെല്ലമൽ വിദ്യാശ്രം ചെങ്കൽപ്പട്ട്. CBSE തേർഡ് പ്രൈസ് വിന്നേഴ്സിനെയാണ് അനൗൺസ് ചെയ്യുന്നത്. MS സൂര്യകിരൺ സൈനിക് സ്കൂൾ കഴക്കൂട്ടം. MS സൂര്യകിരൺ. Next one is Muhammad Irfan M Tanveer Central School. Muhammad Irfan M Tanveer Central School. The next one is Milan Mahib. Milan Mahib Sainik School Karakutam. Congratulations. അടുത്തത് ആതിര R കമത് ചിന്മയ വിദ്യാലയ കോലാഴി. വെൽക്കം ആതിര. നെക്സ്റ്റ് ഈസ് മാളവിക S കുമാർ അമൃത വിദ്യാലയം പത്തനംതിട്ട. Next one is Advait Dividev Siddhartha Green Mount Public School Chavara. നല്ലൊരു കൈയടി അദ്വൈതന. നെക്സ്റ്റ് ഈസ് CBSE തേർഡ് പ്രൈസ് വിന്നേഴ്സ് ആണ്. 25,000 പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ്. സമ്മാന തുക ശ്രീനന്ദ S നമ്പ്യാർ മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോടിക്കലം കണ്ണൂർ. അടുത്തത് ആബേൽ R പോൾ ആണ്. ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ കുന്നംകുളം. 25,000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് തേർഡ് പ്രൈസ് വിന്നറിന് ലഭിക്കുക. അടുത്തതായി ഏഞ്ചലിൻ ബിജു സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂൾ ആലക്കോട് കണ്ണൂർ. നല്ലൊരു കൈയടി ഏഞ്ചലിന. കൺഗ്രാറ്റുലേഷൻസ് ഓൾ. ഇത് CBSE തേർഡ് പ്രൈസ് വിന്നേഴ്സ് ആണ്. 10 പേരാണ് CBSEയിലും ഒപ്പം സ്റ്റേറ്റ് സിലബസിലും ഉണ്ടായിരുന്നത്. 25,000 പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് സമ്മാന തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അടുത്തതായി ഫോർത്ത് പ്രൈസ് വിന്നേഴ്സിനെ സമ്മാനം സ്വീകരിക്കുന്നതിനായി വിളിക്കുകയാണ്. സ്റ്റേറ്റ് സിലബസിലെയും CBSEയിലും 10 പേർക്ക് വീതമാണ് ഫോർത്ത് പ്രൈസ് ലഭിക്കുക. സ്മാർട്ട് ഫോണും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനമായി ലഭിക്കുക വിദ്യാർത്ഥികൾക്ക്. നമുക്ക് സ്വാഗതം ചെയ്യാം സിദ്ധാർത്ഥ് M ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പാലക്കാട്. വെൽക്കം സിദ്ധാർത്ഥ് M. കൺഗ്രാറ്റുലേഷൻ സിദ്ധാർത്ഥ്. നെക്സ്റ്റ് ഹാദി മുഹമ്മദ് ഇക്ബാൽ
തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ, കാസർഗോഡ്. ഹാദി. Congratulations. അടുത്തതായി ആർ അഭിരാമി, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, നെടുമങ്ങാട്. പാർവതി കൃഷ്ണ, GHSS, കോക്കല്ലൂർ, കോഴിക്കോട്. നെക്സ്റ്റ് നക്ഷത്ര S അരുൺ, GVHSS, കടക്കൽ, കൊല്ലം. അക്ഷയ് സാജൻ P, പ്രസന്റേഷൻ HSS, പെരിന്തൽമണ്ണ. വെൽക്കം അക്ഷയ് സാജൻ P. നെക്സ്റ്റ് ജുന്ന തച്ചിരമ്പൻ, GHS, വടശ്ശേരി. ഫാഹിമ റിയ TP, സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ, കണ്ണൂർ. രൂപശ്രീ S പ്രസാദ്, GGHSS, കോട്ടൺ ഹിൽ, ട്രിവാൻഡ്രം. രൂപശ്രീ S പ്രസാദ്, GGHSS, കോട്ടൺ ഹിൽ, ട്രിവാൻഡ്രം. അബിത ബിജു, ഗവൺമെന്റ് HSS, കരുനാഗപ്പള്ളി. ഇത്രയും മിടുക്കർക്കാണ് സ്റ്റേറ്റ് സിലബസിൽ നിന്ന് 4ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഇനി CBSEയിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നവരിലേക്ക് പോകാം. ഇനി CBSE 4th പ്രൈസ് വിന്നേഴ്സിലേക്കാണ്. സ്മാർട്ട് ഫോണും സർട്ടിഫിക്കറ്റുമാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. 10 പേരാണ് CBSEയിലുമുള്ളത്. ഫാത്തിമ സുബാന, കേന്ദ്രീയ വിദ്യാലയ, ആലുവ, കൊച്ചി. അടുത്തത് സാവരിയ KK, സീൽ ഇന്റർനാഷണൽ സ്കൂൾ, മട്ടന്നൂർ. സാവരിയ KK, സീൽ ഇന്റർനാഷണൽ സ്കൂൾ, മട്ടന്നൂർ. Congratulations, Savarya. The next one is Kalyani AK National Public School, Tarudala, Kottayam, Kollam. Congratulations, Kalyani. Joan Shiju George, St. Mary's Convent School, Alakod. The next one is Arun Krishnan AV. Arun Krishnan AV, Sainik School, Karakutam. Congratulations, Arun. CBSE 4th prize winners are Fatima Fohin. Fatima Fohin, St. John's Visitation Public School, Aluva. Adila Jafar, St. Joseph Public School, Kandabhagam, Kandirapalli. 4th prize winners ആണ്. 10 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 10 പേരുടെ അവാർഡ് ദാന ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. റിപ്പോർട്ടർ TV ഡിജിറ്റൽ സീനിയർ ന്യൂസ് എഡിറ്റർ മുഹമ്മദ് ഷഫീഖ്. എല്ലാവർക്കും സന്തോഷം. റിപ്പോർട്ടർ TV 2ാം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി ധാരാളം പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളിലൊന്നാണ് റിപ്പോർട്ടർ യങ് ജീനിയസ് അവാർഡ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഈ പരിപാടി കണ്ടക്ട് ചെയ്ത ആളുകൂടിയാണ് സോഷ്യൽ മീഡിയ മാനേജർ ആർദ്ര. 2 വാക്ക് സംസാരിക്കുന്നതിനായി ആർദ്രയെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ആർദ്ര. നമ്മൾ ഇതിന് മുമ്പും എല്ലാവരും കണ്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഫോണിൽ കൂടെയെങ്കിലും പല സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വിജയം എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. റിപ്പോർട്ടർ യങ് ജീനിയസ് അവാർഡ് 2025 അവാർഡ് ദാന ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. ഇവിടെ എത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും PTA ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു.